ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ട്രോബെറി ഫാമിൽ പോയ ഒരു വീഡിയോ ആണ്. നമ്മൾ ദളതിൽ പോയ സമയത്ത് എടുത്തൊരു വീഡിയോ. ദളതിൽ ഒരു റിസോർട്ടിൽ പോയ സമയത്ത് ആ റിസോർട്ടിൽ തന്നെ പലതരം കൃഷികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് സ്ട്രോബെറി ആയാലും തക്കാളി ആയാലും പിന്നെ പലതരം ഇലകൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ട്രോബെറി ഫാം കാണുന്ന എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ പല വീഡിയോകളിലും ഷോർട്സിലെല്ലാം കണ്ടിട്ടുണ്ട് ആപ്പിൾ തോട്ടത്തിൽ പോയിട്ട് ആപ്പിൾ പറിക്കുന്നത്, സ്ട്രോബെറി തോട്ടത്തിൽ പോയിട്ട് സ്ട്രോബെറി പറിക്കുന്നത്. അത് കാണുമ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് എനിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ വളരെയധികം ആശിച്ച് മോഹിച്ച് ആ സ്ട്രോബെറി ഫാമിലേക്ക് പോയി. പക്ഷേ അവിടെ പേരിന് 1-2 സ്ട്രോബെറി മാത്രമേ പിടിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. ഈ വിയറ്റ്നാമിലെ ദളത് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ പൂക്കളും ബെറികളുമാണ്. സ്ട്രോബെറി ആയാലും മൾബെറി ആയാലും ബ്ലാക്ക്ബെറി ആയാലും എല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ വേറൊരു സ്ട്രോബെറി ഫാമിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴത്തേക്കും അത് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ട്രോബെറി ഫാമിലേക്ക് പോയി. ഭാഗ്യവശാൽ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഓപ്പൺ ആയിരുന്നു. ആ സ്ട്രോബെറി ഫാമിലേക്ക് കയറുന്നതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അവിടെ നിന്നൊരു ബാസ്ക്കറ്റ് തരും. ആ ബാസ്ക്കറ്റിൽ നമുക്ക് വേണ്ടുന്ന സ്ട്രോബെറികൾ നമുക്ക് തിരഞ്ഞു പിടിച്ച് പറിക്കാം. നമ്മൾ അവിടെ നിന്ന് സ്ട്രോബെറി പറിക്കുന്നതിനിടയിൽ സ്ട്രോബെറി തിന്നുന്നുണ്ടോയെന്നൊന്നും അവർ നോക്കുന്നില്ല. അതൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം. നമ്മളോട് അവിടെ നിന്ന് തിന്നാൻ പാടില്ല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഓർഗാനിക് മൾബെറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല മധുരമായിരുന്നു. ഒട്ടും പുളിയൊന്നുമില്ല. നമ്മൾ സാധാ ഷോപ്പിൽ നിന്നും സ്ട്രോബെറി വാങ്ങുന്നതും ഇവിടെ നിന്ന് സ്ട്രോബെറി വാങ്ങുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വിലയിലായാലും അതിൻ്റെ ടേസ്റ്റിലായാലും. ഈ ഓർഗാനിക് സ്ട്രോബെറിക്ക് വില വരുന്നത് 1 കിലോയ്ക്ക് 4 ലക്ഷം VND. പിന്നെ ആ സ്ട്രോബെറി ചെടികൾക്കിടയിലൂടെ നടന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്ട്രോബെറി പറിച്ചിട്ട് നമ്മളത് വാങ്ങി. നമ്മളെപ്പോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതേപോലെ സ്ട്രോബെറി പറിക്കാനായിട്ട് ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഈ സ്ട്രോബെറീൻ്റെ ചുവന്ന കളർ കാണാൻ തന്നെ നല്ല രസമില്ലേ? ആ ചെടിയിൽ നിന്ന് 2 സൈഡിലേക്ക് നിരനിരയായി ഇങ്ങനെ സ്ട്രോബെറി പിടിച്ച് അതും നല്ല ചുവന്ന കളറിൽ പിടിച്ചേക്കുന്ന കാണാൻ എന്ത് രസമാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു ഏരിയയിൽ എല്ലാ സ്ഥലങ്ങളിലും എന്നാലും ഒരു ഇടത്തരം വലുപ്പത്തിലുള്ളതാണ് ഈ സ്ട്രോബെറികളെല്ലാം. ഈ ദളത്തിൽ ഫേമസ് ആയ നൈറ്റ് മാർക്കറ്റിൽ എവിടെ നോക്കിയാലും ഈ സ്ട്രോബെറി മാത്രമാണ് കാണുന്നത്. പിന്നെ അത് കണ്ട് കുറച്ച് സ്ട്രോബെറിയും വാങ്ങി. ഈ സ്ട്രോബെറി വാങ്ങുമ്പോൾ വിചാരിച്ചത് കുറച്ച് പുളിയും മധുരമായിരിക്കുന്നതാണ്. പക്ഷേ ഇത് നല്ല മധുരമാണ്. നല്ല മധുരം. പിന്നെ ഈ കാണുന്നത് ഇവർ കടയുടെ മുന്നിൽ സ്ട്രോബെറി വളർത്തിയിട്ടുള്ളതാണ്. ഇത് പറിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. കാരണം ഇത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടും അട്രാക്ഷന് വേണ്ടിയിട്ടും അവർ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഈ സ്ട്രോബെറി ഫാമിൻ്റെ അവർ തന്നെ ഇവിടെ സ്ട്രോബെറി ഷേക്ക് ആക്കിയിട്ടും വിൽക്കുന്നുണ്ട്. ഇതൊരു തക്കാളി ഫാമാണ്. ഇത് ബേബി ടൊമാറ്റോ ആണ്. ഇതും ഈ ചുവന്ന നിറത്തിൽ ഇങ്ങനെ കുറേ ഒന്നിച്ച് പിടിച്ചിരിക്കുന്നതാണ് നല്ല രസമാണ്. ഇത് ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ രാവിലെ സലാഡിനൊക്കെ ഇത് വെച്ചിട്ടുണ്ടാവും.